തബലയിൽ വിരലുകളാൽ വിസ്മയം തീർത്ത ഉസ്താദ് സക്കീർ ഹുസൈൻ വിടവാങ്ങി. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ 2 ആഴ്ചയിലേറെയായി ചികിത്സയിലായിരുന്നു. രാവിലെ വാർത്താ ഏജൻസിയായ PTI ആണ് കുടുംബത്തെ ഉദ്ധരിച്ച മരണവാർത്ത സ്ഥിരീകരിച്ചത്. 1951 മുംബൈയിലാണ് സക്കീർ ഹുസൈന്റെ ജനനം. തബലയെ ആഗോള വേദിയിലേക്ക് ഉയർത്തിയ ഈ അതുല്യ കലാകാരൻ തബല മാന്ത്രികൻ ഉസ്താദ് അല്ല രഖ ഖുറേഷിയുടെയും ഭാവി ബീഗത്തിന്റെയും മകനാണ്. പ്രശസ്ത കഥക് നർത്തകി ആന്റോണിയ മിനക്കോളയാണ് ഭാര്യ. അനീസ ഖുറേഷി, ഇസബെല്ല ഖുറേഷി എന്നിവരാണ് മക്കൾ. 4 തവണ ഗ്രാമി അവാർഡ് നേടിയ അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് വേദികളിൽ താളവിസ്മയം തീർത്ത സക്കീർ ഹുസൈൻ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയ 100-ലേറെ ആൽബങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഒട്ടേറെ ചിത്രങ്ങൾക്ക് സംഗീതം പകർന്ന സക്കീർ ഹുസൈൻ ഷാജി N കരുൺ ചിത്രമായ വാനപ്രസ്ഥത്തിലൂടെ മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചു. മാഹിമിലെ സെയിന്റ് മൈക്കിൾ സ്കൂളിലും മുംബൈ സെയിന്റ് സേവിയേഴ്സ് കോളേജിലുമായാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 12-ാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുട്ടിക്കാലത്തു തന്നെ തന്റെ വഴി സംഗീത ലോകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയത് പിതാവ് തന്നെയായിരുന്നു. 1970-ൽ അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവി ശങ്കറിനൊപ്പം 18-ാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു. 19-ാമത്തെ വയസ്സിൽ വാഷിംഗ്ടൺ സർവകലാശാലയിൽ എത്തനോ മ്യൂസിക്കോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു. ഒരു വർഷത്തിൽ 150-ലധികം ദിവസങ്ങളിലും സക്കീർ ഹുസൈൻ കച്ചേരികൾ നടത്തിയിരുന്നു. 1999-ൽ അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് ലഭിച്ചു. ഐതിഹാസിക പോപ്പ് ബാൻഡ് ദ ബീറ്റ്സ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്.